ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നളന്ദയിൽ നിന്ന് ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിലേക്കാണ്. നളന്ദയിൽ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് പാറ്റ്നയിലേക്ക്. ഈ പോകുന്ന വഴിയിൽ ഒരു കുതിരവണ്ടിക്കാരൻ നിർത്തി ആളെയൊക്കെ കയറ്റി പോകുന്നുണ്ട്. ഇവിടെ കുതിരവണ്ടിയും അതുപോലെ തന്നെ ആൾ വലിക്കുന്ന എന്നിട്ട് ആളെ കയറ്റി ഇരുത്തി പോകുന്ന സൈക്കിൾ റിക്ഷകളും എല്ലാം നമുക്ക് വഴിനീളെ കാണാൻ സാധിക്കും. ബീഹാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. ഈ സംസ്ഥാനത്തെ വിഭജിച്ചാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്. ബീഹാറിൻ്റെ അതിർത്തികൾ ഉത്തർപ്രദേശും അതുപോലെ നേപ്പാൾ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ബീഹാറിൽ നിന്ന് ഒരു ഇന്ത്യയുടെ ആദ്യ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യം ഉടലെടുത്തതും ബീഹാറിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വ്യാപകമായി പിന്തുടരുന്ന ബുദ്ധമതം ഉടലെടുത്തതും ബീഹാറിൽ നിന്ന് തന്നെയാണ്. ഇന്ന് ബീഹാർ സാമ്പത്തികമായും സാമൂഹികമായും വികസനം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ പിന്നിലാണോ എന്ന് തോന്നിപ്പോകും നമ്മൾ സഞ്ചരിക്കുന്ന പല റൂട്ടിലുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. വാൽമീകി രചിച്ച ഇതിഹാസമായ രാമായണത്തിലും ഈ ബീഹാറിലെ മിഥില എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ജനക്കളിൽ ഒരാളുടെ മകളായ സീതയെ ശ്രീരാമൻ്റെ ഭാര്യയായി പരാമർശിക്കുന്നുമുണ്ട്. ഇതും ബീഹാറിലാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചതിൻ്റെ തലസ്ഥാനം പാടലിപുത്രയായിരുന്നു. ഇന്നതിനെ പാറ്റ്ന എന്നാണ് അറിയപ്പെടുന്നത്. അത് ബീഹാറിൻ്റെ തലസ്ഥാനം കൂടിയാണ്. മൗര്യ ചക്രവർത്തി അശോകൻ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോഴും ഇവിടെയെല്ലാം വഴിനീളെ കാണുന്ന ഈ കാലി വളർത്തലും അതുപോലെ തന്നെ വളരെയധികം ദയനീയമായ രീതിയിലുള്ള താമസമൊക്കെയാണ് വഴിയരികിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഉൾഭാഗങ്ങളിലെല്ലാം കാലികളെല്ലാം വീടിന് മുന്നിൽ തന്നെ തൊഴുത്ത് കെട്ടിയും അതുപോലെ തന്നെ അതിനടുത്ത് തന്നെയാണ് അവരുടെ ജീവിതവും. അവിടെ തന്നെ കട്ടിലൊക്കെ ഇട്ട് കിടക്കുന്നതും അങ്ങനെ ഉള്ളൊരു ജീവിതമാണ് ഈ ഉൾഭാഗത്തുള്ള, അതായത് ബീഹാറിൻ്റെ ഗയയുടെ ഉൾഭാഗങ്ങളിൽ ഗ്രാമങ്ങളിലെല്ലാം കാണുന്നത്. ഞാൻ NH തിരഞ്ഞെടുക്കാതെ ഇതുപോലുള്ള സിംഗിൾ വേ റോട്ടിലൂടെയാണ് കൂടുതലും ഇന്ന് പാറ്റ്നയ്ക്ക് സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ ദൃശ്യങ്ങളിൽ കാണാം. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം പകർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. ചരിത്രത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിൽ വിദേശ സാമ്രാജ്യത്വ ശക്തികൾ, പ്രത്യേകിച്ച് ഡച്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ ബീഹാറിലെത്തിയിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ബീഹാർ കൂടുതലുമായും കാർഷിക രംഗത്തെ അധിഷ്ഠിതമായി പോകുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ജമീന്ദാരിമാരുടെ അധിനിവേശം, അവകാശങ്ങൾക്കെതിരായ കർഷകരുടെ സമരങ്ങളെല്ലാം അണിനിരത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. 1936 ഏപ്രിൽ അഖിലേന്ത്യാ കിസാൻ സഭ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനം ബീഹാറിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കാളികളാവാൻ സാധിച്ചിട്ടുള്ളവരായിരുന്നു. 2022 മെയ് മാസത്തിൽ ജാമുയി ജില്ലയിൽ ഒരു സ്വർണ്ണഖനി കണ്ടെത്തി. ഇത് രാജ്യത്തിൻ്റെ സ്വർണ്ണശേഖരത്തിൽ നല്ല പങ്ക് സംഭാവന നൽകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വഴിയരികിലൊക്കെ നോക്കിയാൽ ഞാൻ നേരത്തെ പോലെ ചെറിയ ടൗണുകളിലും വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് കാണാം. അവിടെ കൊണ്ടുവന്ന് തട്ടുന്നു. അതിൽ പട്ടികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ, ചിലപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ ഇങ്ങനെ അഴിച്ചു വിടുന്നതായിരിക്കാം. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ റോട്ടിലൂടെയാണ് പശുക്കളുടെ എല്ലാം ഈ നടത്തം. നമുക്ക് 2 വീലറുകാർക്കും 3 വീലർകാർക്കും മറ്റു വാഹനങ്ങൾക്കും എല്ലാം ഈ പശു ഇതുപോലെ നടക്കുന്നത് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ സർക്കാർ ഇതിനെ ഗോശാലകൾ നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റുന്നുമുണ്ട്. നമ്മൾ ഈ പോക്കറ്റ് റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ കടന്ന് വീണ്ടും ഞാൻ പോക്കറ്റ് റോട്ടിലേക്ക് പോകാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ.
ഈ റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് എനിക്ക് കടക്കണം, ലെഫ്റ്റ് സൈഡിലേക്ക്. അങ്ങനെ കടക്കുമ്പോൾ വഴിയരികിൽ തന്നെ ഇത് പുതിയതായി NH 4 ലൈൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. വഴിയരികിൽ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ഒരു ഉന്തുവണ്ടിയും അതുപോലെ തന്നെ നിലത്തൊക്കെ വിരിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു വഴിയോരത്തെ കൂടെയാണ് എൻ്റെ യാത്ര. ബീഹാറിൽ ഹിന്ദിയാണ് കൂടുതലും സംസാര ഭാഷ. ബീഹാറിൻ്റെ ജനസംഖ്യയുടെ 50% കൂടുതലും 25 വയസ്സിന് താഴെയുള്ള ജനങ്ങളാണ് എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇത് ഒരു നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബീഹാറിൽ ഒത്തിരി പനകളുണ്ട്. ഈ പനകൾ ഇവിടെ ചെത്തി, നമ്മുടെ നാട്ടിൽ തെങ്ങ് ചെത്തി കള്ളുൽപ്പാദിപ്പിക്കുന്നത് പോലെ പനകൾ ചെത്തി കള്ളുൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തന്നെയാണ്. ബീഹാറിലുമുണ്ട്, ഒറീസയിലുമുണ്ട്, വെസ്റ്റ് ബംഗാളിൻ്റെ ചില പ്രദേശങ്ങളിലെല്ലാം ഇത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആ കള്ള് ചെത്തുകാരൻ്റെ അടുത്തൊന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ചെത്തുകാരൻ അതിൻ്റെ മുകളിലുണ്ട് എന്നാണ് അവരെന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇയാളിരിക്കുന്നതിൻ്റെ പുറകുഭാഗം മുഴുവൻ വഴുതനങ്ങ തോട്ടമാണ്. അതായത് വഴുതനങ്ങ ഏക്കർ കണക്കിന് കൃഷി ചെയ്തിരിക്കുന്ന, നമ്മളൊക്കെ അവിടെ വഴുതനങ്ങ ഒരു തൈ പറിച്ച് നട്ട് വളർത്തുന്നത് പോലെയല്ല. എനിക്ക് തോന്നുന്നത് ഇത് പാടം ഉഴുതുമറച്ച് വഴുതനങ്ങ വിത്ത് വിതച്ച് ഉൽപ്പാദിപ്പിച്ചതാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ അടുപ്പിച്ചാണ് ഈ വഴുതനങ്ങ. വിളവെടുപ്പ് തന്നെ വളരെയധികം പ്രയാസമായിരിക്കും. ഒത്തിരി പേരുണ്ടെങ്കിലാണ് ഇത് വിളവെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇത് വഴുതനങ്ങ അതിൽ വിളവെടുക്കാൻ പ്രായമായത് കുറേശ്ശെ നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കാണാം. വഴുതനങ്ങത്തോട്ടൊക്കെ കണ്ട്, ഈ വഴുതനങ്ങ പാടം എന്ന് പറയാം, പാടം കണ്ട് ചെത്തുകാരൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ നേരെ ആ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടെ നിൽക്കുന്ന ആളായിട്ടെല്ലാം കുശലം പറഞ്ഞ് നിൽക്കുമ്പോൾ ആളോട് ചോദിച്ചത് മധുരമുള്ളതാണോ? മധുരമുള്ളതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ ലഹരിയില്ല, നല്ലതാണ്, ശരീരത്തിന് നല്ല തണുപ്പുണ്ടാവും, നല്ല യൂറിൻ നല്ലപോലെ പോകും എന്നൊക്കെയാണ് അവരറിയുന്ന ഭാഷയിൽ ഹിന്ദിയിൽ പറയുന്നത്. ഇത് എടുത്തു വെച്ച്, ഈ രാവിലത്തെ കള്ള് എടുത്തു വെച്ച് പുളിപ്പിച്ച് കഴിച്ചാൽ ലഹരി ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇതാണ് കള്ള്. എത്ര പനേരയാണെന്നറിയില്ല, ഇഷ്ടംപോലെ കള്ള് കാണാം. ആ ചേട്ടൻ ഈ പനേമയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് ഞാൻ വീണ്ടും യാത്ര തുടങ്ങി. യാത്ര തുടങ്ങുമ്പോൾ ഈ കാണുന്ന ചെറിയ 4 കോലുമേൽ ഉള്ള ഈ ഷെഡ്, പനയോല കൊണ്ട് തന്നെയുള്ള, ഉണങ്ങിയ പനയോല തന്നെയുള്ള ഈ ഷെഡിൽ ഈ കള്ളു കൊണ്ടുവന്ന് ഉൽപ്പാദിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് അത് അവിടെ തന്നെ വിൽപ്പന നടത്തുകയാണ്. ഞാനത് ആ ചേച്ചിയുടെ അടുത്ത്, അവിടെ ഇരിക്കുന്ന ഒരു പയ്യൻ്റെ അടുത്ത് അത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 1 ലിറ്റർ കള്ളിന് 40 രൂപ. ആ ഒരു കപ്പ് 1 ലിറ്ററുണ്ട്, അതിൻ്റെ ചെറിയ കപ്പിന് 20 രൂപ എന്നാണ് അവർ പറഞ്ഞത്. ഇത് നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കേരളത്തിലെല്ലാം തെങ്ങ് ചെത്തിയാൽ 8 തെങ്ങൊക്കെയാണ് എക്സൈസ് ആക്ട് പ്രകാരം ചെത്താൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കള്ള് ചെത്തി ഉൽപ്പാദിപ്പിച്ചാൽ അത് പുറത്ത് വിൽക്കരുത്, എല്ലാം തന്നെ ഷാപ്പിൽ കൊണ്ടുവന്ന് അളക്കണം, അതിൻ്റെ പ്രതിഫലം അവിടെ നിന്ന് വാങ്ങണം എന്നൊക്കെയാണ്. ഈ ഉൽപ്പാദിപ്പിച്ച് ഇവർ റോഡ് സൈഡിൽ തന്നെ വെക്കുമ്പോൾ ഒത്തിരി പേര് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിന് കള്ള്, നല്ല ശുദ്ധമായ കള്ളാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെത്തുകാർക്ക് ഇത് പുറത്ത് വിൽക്കാൻ പാടില്ല, പക്ഷെ രഹസ്യമായി കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം, അതിനെപ്പറ്റി നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ കാണുന്ന ഈ ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ വീടുകളാണ്. അതിൻ്റെ മുമ്പിൽ തന്നെയാണ് അവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തൊഴുത്തും ഗ്രാമവാസികൾ താമസിക്കുന്നത്. റോഡ് സൈഡിലാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടത്. അങ്ങനെ അത്രയധികം ഉൾഭാഗത്തേക്ക് പോകാൻ, ഞാൻ സോളോ ബൈക്ക് റൈഡാണ്, അങ്ങനെ ഉൾഭാഗത്തേക്ക് പോകാനുള്ള ഒരു ധൈര്യക്കുറവും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡിനെ പറ്റിയൊക്കെ പലരും പറയുന്നത് നോക്കിയിട്ടുള്ള പേടി. അല്ലാണ്ട് എനിക്ക് ഈ യാത്രയിൽ യാതൊരുവിധ എന്താ പറയുക, പേടിപ്പിക്കുന്ന ഒരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. ഇതൊരു വെണ്ടയ്ക്ക പാടമാണ്, നിറച്ച് വെണ്ടയ്ക്ക കൃഷി ചെയ്തിരിക്കുന്ന മറ്റൊരു പാടമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മിക്ക വീടുകളും ചൂള ഇഷ്ടിക കൊണ്ട് പണിതതാണ്.
എന്നാൽ ഈ ഭാഗങ്ങളിലൊന്നും ഇഷ്ടിക നമ്മുടെ നാട്ടിലെ പോലെ ചെത്തി തേക്കുന്നൊന്നുമില്ല, തേക്കാത്തതാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് തേച്ച് ബാക്കിയുള്ള ഭാഗം എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം റോഡ് സൈഡിലിരുന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി യുവാക്കൾ ഉള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കാർഷിക വിളകൾക്കും അതിൻ്റെ ഉൽപ്പാദനത്തിനൊക്കെ യഥേഷ്ടം പണിക്കാരെ കിട്ടാൻ സാഹചര്യമുള്ളൊരു സംസ്ഥാനമാണ്. പാടശേഖരങ്ങളായാലും കൃഷി സ്ഥലങ്ങളായാലും നോക്കത്താ ദൂരത്ത് ഇങ്ങനെ വ്യാപിച്ച് മലയോ കയറ്റങ്ങളോ ഇല്ലാതെ അതിവിശാലമായ രീതിയിൽ കിടക്കുന്ന പാടശേഖരങ്ങളായതുകൊണ്ട് ഇവിടെ മെക്കാനിസഡായിട്ട്, അതായത് ട്രാക്ടർ ഇറക്കിയോ അങ്ങനെയുള്ള മെക്കാനൈസ്ഡ് അഗ്രികൾച്ചർ പ്രോഗ്രാമായിരിക്കും ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതായത് കൃഷി ചെയ്യാനൊക്കെ അത് വളരെയധികം സുഖമാണ്. അതുപോലെ തന്നെ ഇവിടെ വഴിയരികിലെല്ലാം ഈ വൈക്കോൽ കൂനകൾ കൂട്ടിവെച്ചിരിക്കുന്ന ആ വൈക്കോൽ കൂനകൾ അതെടുത്ത് അവിടെ തന്നെ ഒരു മെഷീൻ അത് ക്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണാൻ പോകുന്നത്. ക്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ മെഷീനിൽ ഈ വൈക്കോലുകളെല്ലാം ഇട്ട് ക്രഷ് ചെയ്ത് ഇത് ചാക്കിലാക്കി ഈ കാലികളെ വളർത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫാമുകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ കുടിൽ വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ്സും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നതാണ് മെഷീൻ. ഞാനതൊന്ന് കണ്ട് ജസ്റ്റ് ഒന്നത് കണ്ട് അതിൽ നിന്നൊന്ന് കയറുന്നു എന്ന് മാത്രം. അങ്ങനെ അതും കണ്ട് വീണ്ടും ഞാൻ മെയിൻ റോഡിലേക്ക് കടക്കുകയാണ്. ഇവിടെ തന്നെ വീണ്ടും നമുക്ക് വഴിയരികിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ പറ്റുന്നത്. തെറ്റിത്തയ്ക്കാത്ത വീടുകളും അതുപോലെ തന്നെ കാലി വളർത്തലുകളും മാത്രമാണ്. ഇവിടെ നമ്മുടെ ബീഹാറിന് 38 ജില്ലകളാണുള്ളത്. ജാതിയിലധിഷ്ഠിതമായ ഒരു ബീഹാർ രാഷ്ട്രീയം ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ സ്വാധീനമുള്ള ജാതികളിൽ യാദവ്, കയേരി, കുർമി, രജപുത്ര, ഭൂമിഹാർ, ബ്രാഹ്മണർ എന്നിവരാണ് ഇവിടെ രാഷ്ട്രീയത്തിലൊക്കെ കൂടുതൽ ഇടപെട്ട് പോകുന്ന സമുദായങ്ങൾ. ബീഹാറിലെ കൃഷി ഞാൻ നേരത്തെ പറഞ്ഞു പച്ചക്കറികളാണ്. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ 4ാമത്തെ വലിയ സംസ്ഥാനം കൂടിയാണിത്. ജനസംഖ്യയുടെ 80% പേരും കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജോലികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലായും കൃഷി ചെയ്യുന്നത് വഴുതന, വെണ്ട, കോളിഫ്ലവർ, കാബേജ്, അരി, ഗോതമ്പ്, കരിമ്പ്, സൂര്യകാന്തി, ചോളം എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ പഴങ്ങളുടെ കൃഷിയുണ്ട്. ഇത് ഞാൻ കണ്ടത് വഴിയരികിലെല്ലാം ഇവിടെ പെട്രോൾ കുപ്പികളിൽ നിറച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാൻ ആ 1 ലിറ്ററിൻ്റെ കുപ്പിക്ക് വില ചോദിച്ചപ്പോൾ 120 രൂപ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും ദൂരം ഈ പോക്കറ്റ് റോട്ടിൽ കൂടെ എല്ലാം സഞ്ചരിച്ച് കിലോമീറ്ററുകളോളം തന്നെ ഇവിടെ ഒന്നും പെട്രോൾ പമ്പ് കണ്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ വഴി നീളയൊക്കെ പെട്രോളും വെച്ചിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലുകളും ഈ കല്ല് ഇറക്കിയിട്ടിരിക്കുന്നത് കല്ലുകൊണ്ടുള്ള സ്റ്റാച്ചുകൾ, അതേപോലെ രാഷ്ട്രീയ നേതാക്കളുടെ എന്താ പറയുക ദൈവങ്ങളുടെ എല്ലാം സ്റ്റാച്ചുകൾ ഇവിടെ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വ്യവസായം കൂടി നടക്കുന്നുണ്ട്. ഇവിടെ ഈ കല്ല് കൊണ്ടുള്ള വ്യവസായം. കുട്ടികളൊക്കെ റോഡ് സൈഡിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പഴങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ 8ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ. നമുക്ക് ഇതേ കണ്ടറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിവിശാലമായ പാടശേഖരങ്ങളാണ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നല്ല ഫലഭൂയിഷ്ടമുള്ള കൃഷിഭൂമിയും കൂടിയാണ്. മണ്ണും അങ്ങനെ തന്നെ അതിന് അനുകൂലമായ മണ്ണുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഇവിടെ മഴയൊക്കെ കൂടുതലാവുമ്പോൾ വെള്ളപ്പൊക്കം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് മണ്ണൊലിപ്പും വളരെ വലിയൊരു പ്രശ്നമായാണ് ഇവിടെ കർഷകർ പറയുന്നത്. ഇവിടെ ബീഹാറിൽ ഒത്തിരി വ്യവസായങ്ങളും ഉണ്ട്. ഹാജിപൂരിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഷൂസുകൾ കയറ്റി പോകുന്ന വലിയ കമ്പനികൾ തന്നെ ഇവിടെയുണ്ട്. ഇപ്രാവശ്യം ഉക്രൈൻ-റഷ്യ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് ഷൂസുകൾ ഒത്തിരി ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി നേടിയെന്നെല്ലാം പേപ്പറുകളിൽ വാർത്ത വന്നതാണ്. ബീഹാർ മദ്യനിരോധന സ്റ്റേറ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എവിടെയും ഞാൻ ബീഹാറിൽ മദ്യഷാപ്പുകളും ബാറുകളും ഞാൻ കണ്ടില്ല. അതൊന്ന് അന്വേഷിക്കണം. ബീഹാറിലെ മിഥില മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു
പെയിൻറ്റിങ് ശൈലിയുണ്ട്. മിഥില പെയിൻറ്റിങ് എന്ന് പറയും അതിനെ. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഉത്സവങ്ങൾ, മതപരമായ ചടങ്ങുകൾ, ജനനങ്ങൾ, വിവാഹം, മറ്റ് സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ ഈ ഇവിടുത്തെ ചുമരുകളിലെല്ലാം അല്ലെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള പാലങ്ങളിൽ എല്ലാം തന്നെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഭോജ്പൂരി മേഖലയിലുള്ള ഭോജ്പൂരി പെയിൻറ്റിങ് അതും നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലും ശിവൻ്റെയും പാർവതിയുടെയും ദേവികളുടെയും ഒക്കെയാണ് ഈ പെയിൻറ്റിങ്ങുള്ളത്. പിന്നെ നമ്മുടെ മനുഷ്യരുടെയും അതുപോലെ അവരുടെ ജീവിത രീതിയുടെ പെയിൻറ്റിങ്ങുകളുണ്ട് ഇവിടെ ധാരാളം. വഴിയരികിൽ ഒരു കരിമ്പ് കച്ചവടക്കാരൻ്റെ അടുത്ത് നിർത്തി ഇവിടുത്തെ ഉന്തുവണ്ടിയിലെല്ലാം അതിൻ്റെ യന്ത്രസാമഗ്രികളൊക്കെ പിടിപ്പിച്ച് കരിമ്പടിച്ച് കൊടുക്കുന്ന ഒരു ആളുടെ അടുത്ത് നിർത്തിയതാണ്. ഈ കാണുന്ന ഗ്ലാസ്സിന് 20 രൂപയാണ് അവൻ പറഞ്ഞത്. 2 ഗ്ലാസ് കരിമ്പും കുടിച്ച് അവിടെ നിന്ന് യാത്ര തുടരാം എന്നുള്ളതിൽ അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ എനിക്ക് പാറ്റ്നയ്ക്കാണ് പോകേണ്ടത്. പാറ്റ്ന എത്താറായി. ഞാൻ നേരത്തെ പറഞ്ഞു നളന്ദയിൽ നിന്ന് 80 കിലോമീറ്റർ ആണെന്ന്. ഈ യാത്രയിൽ പല ഭാഗങ്ങളും നമ്മൾ കണ്ടും അങ്ങനെ പാറ്റ്ന സിറ്റി, ബീഹാറിൻ്റെ തലസ്ഥാനം പാറ്റ്ന സിറ്റിയിലേക്ക് എത്തി. എല്ലാ സിറ്റികളെ പോലെ തന്നെ പാറ്റ്നയും നല്ല തിരക്കുള്ളതാണ്. ഇന്ത്യയുടെ മിക്ക സിറ്റികളിലും ട്രാഫിക് വളരെയധികം കൂടുതലാണ്. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. ഇതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള സിറ്റികളും നാട്ടിൻപുറങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ തന്നെ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ വളരെയധികം വിജനമായ ഏരിയകളും വളരെ കുറച്ച് പ്രദേശങ്ങളിൽ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളും, സിറ്റി വന്നാൽ നേരെ തിരിച്ചുമാണ്. ഭയങ്കര ക്രൗഡാണ്. കേരളം അങ്ങനെയല്ല. ഈ തെക്കും നിന്ന് വടക്കോട്ട് എല്ലാം തന്നെ ഒരേപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയ റോഡുകളൊന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മൊത്തം തിരക്കോടുകൂടി പോകുന്ന ഒരു സിറ്റി പോലെ എല്ലായിടത്തും ടൗൺഷിപ്പാണ്. ഇവിടെ അങ്ങനെയല്ല. കുറച്ച് ഏരിയകളിൽ മാത്രം വലിയ സിറ്റികൾ മാത്രം ആണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഉത്സവം ദുർഗാപൂജയാണ്. ബീഹാറിലെ ഏറ്റവും വലിയ ജനപ്രിയമായ ഉത്സവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അത് വളരെയധികം വർണ്ണാഭമായ ഉത്സവമാണ്. മറ്റേ കാളിദേവിനെയെല്ലാം വലിയ റോഡ് സൈഡിലൊക്കെ വലിയ ചെറിയ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കി ഒത്തിരി സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിച്ചിട്ടുള്ള 10 ദിവസത്തുള്ള ഉത്സവമാണ്. പിന്നെ ഇവിടെ ലോകമെമ്പാടും നിന്നുള്ള നിരവധി വിനോദസഞ്ചാരികൾ ബീഹാറിൽ വരുന്നതാണ്. അത് കൂടുതലായും മഹാബോധി ക്ഷേത്രവും നളന്ദ തുടങ്ങിയവ കാണാനാണ് എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന ഈ ഏരിയയിൽ ലേശം ട്രാഫിക് കുറവാണെങ്കിലും എൻ്റെ ബുള്ളറ്റ് എനിക്ക് ഇതിലെല്ലാം സൈഡിലെ കൂടെ എല്ലാം കുത്തി കയറ്റി പോകാൻ പറ്റുന്നതും കൊണ്ട് ഞാനങ്ങനെ കഷ്ടിച്ച് ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലത്തെ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ വലിയ ട്രക്കുകളാൽ രൂപപ്പെട്ട വലിയ ലൈനാണ്. ഒത്തിരി ദൂരത്തു നിന്ന് തന്നെ ട്രക്കുകൾ ആ ലൈനിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ 2 വീലറുകാരെല്ലാം തന്നെ എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സിറ്റികളിലും കേരളത്തിലും നടക്കുന്നത് പോലെ ഈ ഇടത്തെ സൈഡിൽ കൂടെ ബാക്കിയുള്ള വണ്ടികളുടെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി മുന്നോട്ടുള്ള യാത്രയിലാണ്. യാത്ര അത്ര ദുഷ്കരമൊന്നും ആയിരുന്നില്ല. നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇന്ന് എനിക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം ഇന്ന് കണ്ടുപിടിക്കണം. കാരണം എനിക്ക് നാളെ ഈ ബീഹാറിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കാണ് എനിക്ക് യാത്ര തിരിക്കേണ്ടത്. ഉത്തർപ്രദേശിലെ വാരാണസിയാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അതിൽ മുൻപ് ഇത് വൈകിട്ട് 5 മണി കഴിഞ്ഞിരിക്കുന്നു. അതിൽ മുമ്പ് എനിക്ക് എവിടെയെങ്കിലും എനിക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള യാത്രയിലാണ് ഞാൻ. അങ്ങനെ താമസിക്കാൻ ഒരു ഇടം ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി മാറിയാൽ, അതായത് പാറ്റ്നയിൽ നിന്ന് 30 കിലോമീറ്റർ UP പോകുന്ന റൂട്ടിൽ അറ എന്ന് പറഞ്ഞൊരു ടൗണുണ്ട്. അവിടെ റൂം എടുക്കാമെന്നാണ് ഇന്ന് കരുതുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഞാൻ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇവിടെ ഈ സിറ്റികളിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ പച്ച ഓട്ടോറിക്ഷകളാണ് കൂടുതൽ കാണുന്നത്. ഇതെല്ലാം
ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കണം. മിക്കതും ഇലക്ട്രിക് വാഹനങ്ങളാണ് സിറ്റികളിലെല്ലാം തന്നെ. ഡീസൽ ഓട്ടോറിക്ഷ ഇവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല. സിറ്റികളിലും മാത്രം വന്നപ്പോഴാണ് നമ്മളൊരു ബുള്ളറ്റോ അങ്ങനെയുള്ള വില കൂടിയ ടൂ വീലറുകൾ കാണാൻ പറ്റിയത്. ഉൾഭാഗങ്ങളിലെല്ലാം തന്നെ കാൽനടയാത്രയും അതുപോലെ തന്നെ സൈക്കിളും മാത്രമാണ്. ഞാൻ വന്ന വഴിയിലെല്ലാം തന്നെ വിജനമായിരുന്നു. അധികം ആൾക്കാരേ ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സിറ്റിയിൽ നിന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ കഹൗൾ നഗരത്തിലൂടെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ധനാപൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് ഈ ഹൗറ പട്ന മെയിൻ ലൈനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇത് വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ്. നിരവധി എക്സ്പ്രസ് ട്രെയിനുകൾക്കൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ റോഡിന് സൈഡിൽ കൂടെയാണ് നമുക്ക് അറ എന്ന ടൗണിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള സ്റ്റേഷൻ നമ്മുടെ അവിടെയെല്ലാം റെയിൽവേ സ്റ്റേഷൻ മതിലൊക്കെ കെട്ടിത്തിരിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാം. ഇതങ്ങനെയൊന്നുമില്ല. പ്ലാറ്റ്ഫോമും റോഡും ഏകദേശം ഒരേ ലൈനിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യം കാണാം. പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലെ സഞ്ചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധനാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെയെല്ലാം തന്നെ ഒത്തിരി ഫ്ലൈ ഓവറുകളെല്ലാം തന്നെയുണ്ട്. ഇതിലെ കുറച്ച് ഉള്ളിലൂടെ പോയാൽ എനിക്ക് അറ ടൗണിലേക്ക് എത്താം. അറ സിറ്റി ബീഹാറിൻ്റെ ഒരു ഭോജ്പൂർ ജില്ലയിലെ ഒരു മെയിൻ ടൗണാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ആ ടൗണിലാണ് ഇന്ന് രാത്രി എനിക്ക് താമസിക്കേണ്ടത്. ഒരു മുനിസിപ്പൽ കോർപ്പറേഷനും കൂടിയാണ് അറ ടൗൺ. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെല്ലാം നല്ല വീതിയേറിയ റോഡും തിരക്കൊന്നുമില്ലാതെ വളരെ നല്ല റോഡുകളാണ് കാണുന്നത്. പക്ഷേ ഈ പച്ച ഓട്ടോറിക്ഷകൾ ധാരാളം കാണുന്നുണ്ട്. ഇവിടെ ഡീസൽ ഓട്ടോറിക്ഷകൾ അധികം തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷകളാണ്. ഇത് ഒന്നെങ്കിൽ ഗ്യാസ് ഓട്ടോറിക്ഷ ആയിരിക്കാം, അല്ലെങ്കിൽ CNG ആയിരിക്കാം. ഇലക്ട്രിക് അല്ല അത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷകൾ ധാരാളമുണ്ട്. ഇടത്തെ സൈഡിൽ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്ലാറ്റ്ഫോമും റോഡും ഒരേപോലെയുള്ള ഇവിടെ ഗുഡ്സൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയെല്ലാം ഇവിടെ നദി കാണുന്ന ഫ്ലൈ ഓവറുകൾ 2 വീലറും 3 വീലറുകളും അപ്പുറത്തേക്ക് കിടക്കാവുന്ന ഈ ഫ്ലൈ ഓവറുകൾ ഇവിടെ ധാരാളം കാണാനുണ്ട്. ഇവിടെ നിന്ന് അല്പം കൂടി ഉള്ളൂ അറ ടൗണിലാണ് ഇന്ന് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മാർക്കറ്റിലൂടെ ഞാൻ ചുമ്മാ ഇവിടുത്തെ വഴിയോര കച്ചവടമൊക്കെ കണ്ട് ഇവിടുത്തെ ഫ്രൂട്ട്സും പച്ചക്കറി വിൽപ്പനയൊക്കെ കണ്ട് മെല്ലെ ഈ വഴിയരികിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ നിന്ന് എനിക്ക് 200 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ UPയിലെ വാരാണസിയിലെത്താം. വാരാണസിയാണ് നാളെ എനിക്ക് കാണേണ്ടത്. അവിടെയാണ് മറ്റേ ഗംഗയുടെ തീരത്തുള്ള ഗട്ടുകളൊക്കെ, അസിഗട്ട് അങ്ങനെയുള്ള ഗട്ടൊക്കെ എനിക്ക് കാണാൻ പോകണം. ഇന്ന് ഇവിടെ ഹോട്ടൽ ശാന്തിരാജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ മാർക്കറ്റിലെ ദൃശ്യങ്ങളെല്ലാം പകർത്തി ഇന്ന് റൂമിൽ പോയി കിടക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നാളത്തെ യാത്രയിൽ നമുക്ക് വാരാണസിയിലെ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. ഇവിടെ വഴിനീളെ പലഹാര കച്ചവടങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ് കച്ചവടവും പലഹാര കച്ചവടങ്ങളെല്ലാം കണ്ട് ഈ തെരുവിലൂടെ കുറച്ച് നേരം അലഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് ഇതിലെ ബോൽപൂരിക്കാരനൊക്കെ നടക്കുന്നുണ്ട്. തള്ളുവണ്ടിയിൽ ഒത്തിരി കച്ചവടങ്ങളുണ്ട്. ഇവിടെ ഒക്കെ ഉന്തുവണ്ടിയാണ്. മാമ്പഴം, അതുപോലെ തന്നെ കോവയ്ക്ക, അങ്ങനെ എല്ലാം ഉള്ള ഒരു തെരുവാണിത്. അറ വലിയ ടൗണാണ്. ഭോജ്പൂർ ജില്ലയുടെ തന്നെ ആസ്ഥാനമാണ് അറ. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതാണ് ഇത് ചെറുത്. സിറ്റിയിലേക്ക് പോകാൻ ഈ രാത്രിയായ കാരണം പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ,
ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.